ഇത് ഈ റോഡിന്റെ പണി കഴിഞ്ഞ് വരുമ്പോ ആ കണ്ടീഷനിലുണ്ടോ? അത് ഒരു ഫോട്ടോ കണ്ടില്ല? ഉള്ള കോടിയ ചോട്ട് കോടിയ വേണ്ടോ? കണ്ടീഷൻ അയവാ 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 അയവാ. ഉടയവനെ ഞാൻ ബംഗാളിനാണ്. ഇതിവിടുത്തെ ഒരു പാവപ്പെട്ട നാട്ടിൽ നിന്നും ഒരുപാട് പൈസക്ക് കൊടുത്തു വന്നൊരു പാവം മനുഷ്യനാണ് ഈ നിൽക്കുന്നതല്ലേ. പല മോഹ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വലതിയുടെ കുമാമ പെറുക്കി ജീവിക്കുന്ന ആളാണ്. ഇവർക്ക് തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. 600 റിയാൽ, 500 റിയാൽ, 300 റിയാൽ ശമ്പളം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കുടുംബങ്ങളില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. അവർക്കും കുടുംബങ്ങളില്ലേ? കുട്ടികളില്ലേ? പാപ്പമാരില്ലേ? ഉമ്മമാരില്ലേ? അവരിവിടെ വന്നിട്ടുള്ള പൈസക്ക് വെറ്റിലടുക്ക തിന്നിട്ട് ചുവപ്പിച്ച് ചുണ്ട് ചുവപ്പിച്ച് അവരുടെ ഉള്ള പൈസ തുപ്പി തീർക്കുന്ന കാലഘട്ടത്തിൽ എന്നാലും അവർ ഗുമാമവർക്ക് ജീവിക്കുന്നു. കണ്ണാടിയിൽ നമ്മളാണോ കുടുങ്ങി? ക്യാമറയിൽ നമ്മളാണോ? പഠിച്ചാൽ മെസ്സേജ് വരും ക്യാമറ കുടുങ്ങി. ഹലോ ഹലോ വലൈക്കും സലാം. أنا تالية سامع نوماني. أيوة طيب طيب مرة معلش أنا نسيت هذا اليوم. طيب معلش. طيب سلام. അടുത്തതായി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ജിദ്ദയിലുള്ള ഷറഫിയ ഒട്ടകമുട്ട് എത്തിയ സ്ഥലം. ഇവിടെ നമ്മളെ നാട്ടിലുള്ള നൗഷാദ് എന്നൊരു ഒട്ടകമുണ്ട്. അവൻ മുട്ടുകുത്തിയ സ്ഥലമാണ് ഈ മുന്നിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അദ്ദേഹം എപ്പോഴാണ് വന്നത്? എത്ര വർഷം മുമ്പാണ് അദ്ദേഹം ഇവിടെ മുട്ടുകുത്താൻ വന്നത്? അയാൾ വന്നത് 2 വർഷം മുൻപേ ഇവിടെ വന്ന് 2ാമത്തെ വന്ന വർഷം തന്നെ ഈ പാലത്തിന്റെ മുകളിൽ മുട്ടുകുത്തുകയും ആൻസ് തെരഞ്ഞു നോക്കുകയും ചെയ്ത സ്ഥലമാണിത്. അപ്പോൾ അദ്ദേഹം ആൻസ് ഇങ്ങനെ ഓസിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമ്മൾക്ക് ചിലപ്പോൾ ബംഗാളി സൂക്കിലൂടെ കാണാൻ പറ്റുന്നതാണല്ലേ? ശരിയാ ശരി. ഇവനാണ് ഇവിടെ വന്നിട്ട് എന്നെയും കൂടിയും ഈ ആൻസ്, മധു, തമ്പാക്ക് എന്ന സാധനം പേക്ക് കാണിച്ച് പഠിപ്പിച്ചത്. അവൻ പൈസ കൊടുത്ത് വാങ്ങൂല. എന്നെ കൊണ്ടോ
എൻ്റെ കൂട്ടുകാരന് പാവം മജീദ് ഉണ്ട്, അവനെ കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കും. മജീദ് ആരാണ്? മജീദ് എൻ്റെ സദീഖാണ്, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ്. അവനെ ഞാൻ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. അവനെ ഞങ്ങൾ മൂച്ചിമ്മ കയറ്റും ചില ദിവസം രാത്രി. എവിടെ? അവിടെ ഞങ്ങൾ ഇരിക്കുന്നൊരു സഫിൽ. അവിടെ നിന്ന് അവനെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടും എല്ലാം. അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണ്? അവൻ മുസ്ലിം ലീഗുകാരനാണ്, കുഞ്ഞാലിക്കുട്ടീൻ്റെ പാർട്ടിക്കാരനാണ്. ശരിയാണ്. അവനെ മുറിച്ചാൽ പച്ച രക്തമാണ് പുറത്തു വരിക. എൻ്റെ കൂട്ടുകാരൻ ഒരു ഷെഫീഖ് ഉണ്ട്, മലപ്പുറത്തുകാരനാണ്. മലപ്പുറം പുതുക്കിടി എന്ന സ്ഥലത്താണ് അവൻ. പുതുക്കിടി. അവൻ ഇത്തവണ ആജിയാണ്. പക്ഷെ അദ്ദേഹം ചില ആൾക്കാർ പറയുന്നത് അദ്ദേഹം അശ്ലീല കാര്യങ്ങളൊന്നും ഇതുവരെ നിർത്തിവെച്ചില്ലെന്നാണ്. അതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ? അതിനെ കുറിച്ച് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല ആളാണ്. ഈ വർഷത്തെ ഹജ്ജും ഉംറയും അവൻ ചെയ്ത് മടങ്ങി നല്ലൊരു ആജിയായിട്ട്. ബാങ്ക് കൊടുത്തെന്ന് കേട്ടാലും അവൻ തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ കമന്ന് കിടന്നാളും എന്നൊരവസ്ഥയിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹജ്ജിന് പോയതിനു ശേഷം ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് അവൻ കൃത്യ ടൈമിന് പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ ചെയ്ത് രാവിലത്തെ സുബി നമസ്കാരം കഴിഞ്ഞ് അവൻ്റെ മുതലാളിക്ക് ഉണങ്ങിയ കുബൂസ് വാങ്ങാൻ എന്നും ബഗാലയിലേക്ക് പോകുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്.